ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചിക്കൻ കറിയാണ്. ചിക്കൻ ഫ്രൈ അല്ല, കറി തന്നെയാണ്. ഞാനിവിടെ അധികം വെള്ളം ചേർത്തിട്ടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് വലിയുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ മസാലകൾ കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കനും. അപ്പോൾ ഞാനിവിടെ ഒരു വട്ട ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വലിയുള്ളി ചേർക്കണം. വലിയുള്ളി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കൂടെ ഞാൻ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇതുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കണം. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി കിട്ടണം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ഇതിന് തന്നെ വെള്ളം ആവശ്യത്തിനുള്ളത് ചിക്കൻ്റെ അകത്ത് നിന്ന് തന്നെ ഇറങ്ങി വരും. കൂടുതൽ കറി വേണമെന്നുള്ളവർ ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നന്നായിട്ട് വെള്ളം ഊറി വന്നിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ചിക്കനും വെന്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ കറി. വളരെ ടേസ്റ്റിയാണ്. നല്ല മസാലയോട് കൂടിയിട്ടുള്ള ചിക്കൻ ആയിരിക്കും. അധികം ഞാൻ ഗ്രേവി ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് കുറച്ചുകൂടി കറി വേണം അല്ലെങ്കിൽ ഗ്രേവി വേണം എന്നുള്ളവർ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചാൽ മതി.